യെസ്, ഇനി നമുക്കൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകാം. ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് ഇസ്രയേൽ ആക്രമണം. പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ സർവകലാശാലകളെ ആക്രമിക്കുമെന്ന് IRGCയുടെ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളോട് ഉടൻ ഒഴിഞ്ഞു പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്ന നടപടി സംബന്ധിച്ചിട്ടാണ് ഇത് നേതാക്കൾക്കിടയിൽ തർക്കം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, ഈ യുദ്ധം തൽക്കാലത്തേക്കൊരു ശാന്തിയിലേക്ക് പോകും, പ്രദേശത്ത് ഒരു സമാധാനം കൈവരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ അത് വല്ലാത്ത ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് IRGCയുടെ ഈ മുന്നറിയിപ്പിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും രാഖി, IRGCയുടെ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പാണ്. നമുക്കറിയാവുന്നതാണ്, അമേരിക്ക നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ IRGC സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കി യഹൂദ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ യഹൂദ സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്രമണം നടത്തും. അത് വിവിധ രാജ്യങ്ങളിൽ പോലും അത് നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലൊരു ഭീഷണിയും അല്ലാതെ നേരിട്ടുള്ള ഒരു ആക്രമണ ഭീഷണി, രണ്ട് തരത്തിലുള്ള ആക്രമണ ഭീഷണിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വന്നത്. ഈ ഫെബ്രുവരി കഴിഞ്ഞ മാസം ഈ യുദ്ധം ആരംഭിക്കുന്ന അവസാന ദിവസം യുദ്ധം ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഹൂതി വിഭാഗങ്ങൾ ആരും തന്നെ ഈ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നില്ല. ഇന്നലെ ഹൂതി വിമതരുടെ അല്ലെങ്കിൽ ഹൂതി ഭീകരരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലൊരു ആക്രമണത്തിന്റെ സാധ്യതയും, അതായത് IRGC നേരിട്ടും അല്ലെങ്കിൽ IRGC പ്രോക്സിയായ ഹൂതി വഴിയുമുള്ള ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ലെബനനിലെ ആക്രമണം നിർത്തിവെക്കണം എന്ന ആവശ്യം ഇസ്രായേലിനോട് മുന്നോട്ട് വയ്ക്കുകയും ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് IRGC പറയുകയും ചെയ്തു. അത്തരത്തിലുള്ളൊരു വീണ്ടും ഈ ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും ശാക്തീകരിക്കുന്ന നടപടിയായിരിക്കുമോ അതോ മറ്റ് സ്ലീപ്പർ സെല്ലുകളുടെ ആക്രമണമായിരിക്കുമോ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള ചില ആശങ്കയാണ് നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. അഹമ്മദ് വാഹിദിയുമായും അതുപോലെ മസൂദ് പെസഷ്കിയാനും തമ്മിൽ, അതായത് IRGCയുടെ ചീഫും ഇറാൻ പ്രസിഡന്റും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ IRGC വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അത് യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണെങ്കിൽ നമുക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കമന്റുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ്. ഈ ഒരു തർക്കമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിലെ ഈ യൂണിവേഴ്സിറ്റികൾക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കും നേരെ, ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി, അത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണത്തിന്റെ ഭീഷണിയെല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ബന്ദർ അബ്ബാസിലാണ് ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ബന്ദർ അബ്ബാസ് തുറമുഖത്ത്, അതായത് ഹോർമൂസിനോട് ചേർന്ന തുറമുഖത്ത് വീണ്ടും ശക്തമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേൽ ഈ ആക്രമണം ഹൂതി വിമതർക്ക് ഈ ഹോർമൂസ് കടലിടുക്കിന് നേരെ നടത്തുന്നത് സ്വാഭാവികമായും ഹോർമൂസ് കടലിടുക്കിനെ സ്വതന്ത്രമാക്കുക എന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ആ മേഖലയിൽ, ബന്ദർ അബ്ബാസ് മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളെല്ലാം തന്നെ ഹോർമൂസിനെ ഒരു സംഘർഷബാധിത പ്രദേശമായി അമേരിക്കൻ ഇസ്രയേൽ സർവകലാശാലകളിൽ ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് IRGC നൽകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തി വരുന്നതിനിടെ